എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു 3 ചേരുവയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് തന്നെയാണ്. കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഏകദേശം നമ്മുടെ ആ ഒരു കോപ്പിക്കയുടെ ഒരു ചെറിയൊരു കുഞ്ഞു പാക്കറ്റിൽ കിട്ടുന്ന ഒരു ടോഫി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോലെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു കുഞ്ഞു ബൗളിൽ ഏകദേശം ഒരു 5 ടീസ്പൂണോളം വരുന്ന കോൺഫ്ലോർ നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് സാധാരണ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു കോൺഫ്ലോറിൻ്റെ കട്ടകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ മറ്റൊരു ബൗളിൽ ഏകദേശം 1 ടീസ്പൂണോളം വരുന്ന കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയൊരു ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 5 രൂപയോളം വരും ഈ ഒരു കുഞ്ഞു പാക്കറ്റിന്. അതിൽ നിന്ന് ഏകദേശം 1 ടീസ്പൂണോളം കോഫി പൗഡർ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടും ഒരു 1/4 ഗ്ലാസ് സാധാരണ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ നേരത്തെ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുത്തല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ മറ്റൊരു പാനിൽ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഏകദേശം 2.5 ഗ്ലാസോളം വരുന്ന പാലിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് കറക്റ്റ് 250 ml ആ ഒരു അളവ് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സിൽ ഏകദേശം 2.5 ഗ്ലാസോളം പശുവിൻ പാൽ, നല്ല കട്ടിയുള്ള പാലൊക്കെ ആയിരിക്കും നമ്മൾ പുഡിങ്ങിന് എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കട്ടിയുള്ള പാലുള്ളവർ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസോളം വരുന്ന പാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പാല് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാൽ അത്യാവശ്യം ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വരുന്ന പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഫി പുഡൊക്കെ ആവുന്ന സമയത്ത് അത്യാവശ്യം മധുരം വേണം പുഡിങ്ങിന്, അപ്പോഴേ നമ്മുടെ ഒരു പുഡിങ്ങിനെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ എന്തായാലും ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് ഈ ഒരു പാൽ ഒന്ന് തിളച്ച് വരണം. ആ ഒരു സമയം വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തോളൂ. അപ്പോൾ നമ്മുടെ പാല് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാലും ഈ ഒരു കോഫിയുടെ മിക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഏകദേശം ചായക്കൊക്കെ തിളപ്പിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാദ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയാവുന്ന സാധനമാണ്. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പാല് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാലൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി കറക്റ്റ് ഈ ഒരു പരുവത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓഫ് ചെയ്തെന്ന് കഴിഞ്ഞാലും 1-2 സെക്കൻഡ് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കാരണം ആ ഒരു ചൂടിൽ ഇരുന്നിട്ട് നമ്മുടെ കോൺഫ്ലോർ വീണ്ടും കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴിത് ഇതുപോലുള്ളൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മുടെ പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പുഡിങ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ പുഡിങ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങോട്ട് വിട്ട് വന്നോളും. ഇനി നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ചൂടോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ഈ ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ ട്രാക്കിൽ ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ഒരു പുഡിങ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തെ കറക്റ്റ് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പുഡിങ് ആ ഒരു മിക്സ് ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രം ഇച്ചിരി ഒന്ന് വൈഡ് ആയതുകൊണ്ട് ഇതുപോലുള്ള ചെറിയൊരു ബോക്സിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയാകുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് വന്നോളാം. അപ്പോഴത്തേക്കും നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ്നെസ് ആണ് ഈ ഒരു പുഡിങ്ങിനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാം കേട്ടോ. അതുപോലെ ചാനലിൻ്റെ
വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് വേൾഡ്. ബൈ ബൈ.